നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋഷി സാർ, ഒന്നും പറയണ്ട, നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ ഋഷിയില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. ഋഷി! ഗോപു, 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 ഗോപു മോളെ. മോളെ, മോളെ, ഗോപു, ഗോപു കരയല്ലേടാ. ഗോപു, എന്താടാ? ചേച്ചി, ഋഷി സാറിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി. ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടുപോയി. പക്ഷെ ഞാൻ കാരണം സാറിന് മരണം ഉണ്ടാകുമെന്ന് പറയുമ്പോ ഞാൻ എന്താ ചെയ്യാ ചേച്ചി? മോളെ, സമാധാനിക്ക്. ഇങ്ങനൊരു വിധി ഉണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ എങ്ങനെ സമാധാനിക്കും ചേച്ചി? ഇതിനിപ്പോ എന്താ പ്രതിവിധി? എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇഷ്ടം അമ്മയെ വിളിച്ച വിവരം പറയാം. ഗോപു, ഗോപു, ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ. പറമോളെ. അമ്മ, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. പറ. എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നേ? ഗോപിക ഒരു സ്നേഹബന്ധത്തിൽ പെട്ടുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഫോണെന്ന് അവൾക്ക് കൊടുത്തേ. കൊടുക്കാം മോളെ, സംസാരിക്ക. അമ്മ വാങ്ങു ഗോപു. മോളെ, മനുഷ്യന് ആഗ്രഹങ്ങൾ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് വാശി പിടിച്ചാ എങ്ങനെയാ ശരിയാവുക? നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ഈശ്വരൻ മറ്റൊന്ന് നടത്തുന്നു. ഇത് വിധിയാണ് മോളെ. വിധിയെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കില്ല. നീ അത് ഉൾക്കൊള്ളണം. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വലുത് ഋഷി സാറിന്റെ ജീവിതം. അമ്മ, ഋഷി സാറിന് ആപത്തുണ്ടാവുന്നൊന്നും ഞാൻ ചെയ്യില്ലമ്മ. അമ്മ ഫോൺ വെച്ചു, പിന്നീട് സംസാരിക്കും. മോളെ,
ഹലോ, എന്താ ഗോപി ഇത്? നീ എന്തിനാ എന്നോട് അകൽച്ച കാണിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നേന്ന്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഈ ജാതകത്തിലും വിധിയിലും ജോൾസിന്റെ പ്രവചനത്തിലും ഒന്നും ഒരു വിശ്വാസമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. എനിക്ക് തന്നെ വേണം. എനിക്ക് താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഋഷി സാർ, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും. ഇല്ലെങ്കിൽ പിന്നെ ഈ ഋഷിയില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. ഋഷി, ഹലോ 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 ഋഷി, ഋഷി. നീ എന്ത് തോന്നിയാസായി വിളിച്ചു പറയുന്നേ? തോന്നിയാസൊന്നുമല്ല, ഞാനിത് കാര്യമായിട്ട് തന്നെ. എന്ത് കാര്യം? എന്ത് കാര്യമെന്ന്? എന്താ 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 പ്രശ്നം? ഇവൻ ആ ഗോപിയോട് പറയാ, ഇവനും ഗോപിയും തമ്മിലുള്ള കല്യാണം നടന്നില്ലെങ്കിൽ ഇവൻ വല്ല കടുങ്കയും ചെയ്യുമെന്ന്. നീ എന്തൊക്കെയാടാ മോനെ പറയുന്നേ? പാരമ്പര്യമായി ശാസ്ത്രങ്ങളും വിധികളും മുടങ്ങാതെ അനുഷ്ഠിക്കുന്ന കുടുംബമായത്. ഇവിടെ ജാതകം നോക്കിയിട്ടല്ലാതെ ആരുടെയും വിവാഹം നടത്താറില്ല, നടത്തിയിട്ടുമില്ല. എന്തിനാ വെറുതെ ഒരു പരീക്ഷണം? ജാതകം നിസ്സാരമൊന്നുമല്ല, അത് കൃത്യമായ കണക്കാ. അത് അവഗണിച്ച് വിവാഹം നടത്താൻ സാധിക്കില്ല. നീ അത് മനസ്സിലാക്കണം. വെറുതെ എടുത്തേട്ടാൻ കാണിക്കരുത്. ഞാൻ പറയുന്നത് നീ കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഗോപികയെ തന്നെയായിരിക്കും. എന്റെ ഈ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. ഋഷി, ഋഷി നിക്ക് മോനെ. ഏയ് ഋഷി, ഋഷി വാതിൽ തുറക്കടാ. അയ്യടാ ഋഷി. ഇത് തന്നെയാണ് പറ്റിയ തക്കം. നീ വാ, നമുക്ക് ആ പെൻഡ്രൈവ് എടുക്കാം. വാ, നടക്ക. നോക്കവിടെയുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.